ബിഗ് ബോസ് വീട്ടിലേക്ക് ആദിലയുടെയും നൂറയുടെയും ഫാമിലി ആയിട്ട് കയറിയിരിക്കുന്നത് ജാസ്മിനും ദിയാസനയുമാണ്. അവർ കുറേ സമയം മുൻപാണ് വീട്ടിലേക്ക് കയറിയത്. വീട്ടുകാരോടെല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തു. അല്ലാതെ റിയാസ് കയറിയതുപോലെ അവിടെ ചിലരോടൊക്കെ കുത്തിരിപ്പ് തീർക്കുകയും അവരുടെ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജസ് തീർക്കുകയും ചെയ്തിട്ടൊന്നുമില്ല. ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ജാസ്മിനും ദിയയും അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. നിവിൻ ഏറ്റവും നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്. അതായത് നീ കലോറി ഡെഫിസിറ്റ് ചെയ്യണം, നീ അത്യാവശ്യം വണ്ണം കുറയ്ക്കണം. ഇതെല്ലാവരും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി പോലെ താമസിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫുഡ് അടിച്ച് മാറ്റി കഴിക്കുന്ന ഒരു കേസ് തന്നെയാണ് ജാസ്മിൻ വളരെ മാന്യമായിട്ട് സൂചിപ്പിച്ചത്. കലോറി ഡെഫിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ നിവിൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് അത് ശ്രദ്ധിച്ചോളാം എന്ന് നിവിൻ പറയുന്നു. അതുപോലെ തന്നെ ആദിലയുടെ നൂറയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നു. സാബുമാൻ്റെ അടുത്ത് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഏറ്റവും അവസാനം ഇവർക്ക് പോകാൻ സമയമായപ്പോൾ അനീഷ് ഒരു ബായ് പറയാൻ വേണ്ടി ജാസ്മിൻ്റെ അടുത്ത് വരുന്നു. ജാസ്മിൻ വന്നതിലെല്ലാം വളരെ സന്തോഷമെന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോൾ തന്നെ ജാസ്മിൻ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഓ റിപ്പീറ്റ് മോഡ്, ഞങ്ങളുടെ സീസണിൽ അത് അലറലായിരുന്നു, ഇപ്പോൾ ഇത് റിപ്പീറ്റ് മോഡായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അനീഷിന് ഒരു ചിരിക്കുന്നുണ്ട്. അനീഷിന് ഏകദേശം കാര്യം മനസ്സിലായി. കാരണം സീസൺ 4 അലറിക്കൊണ്ടിരുന്നത് ഡോക്ടർ റോബിനാണ്. ആ ഒരു സീസൺ ഓടിച്ചുകൊണ്ട് പോയത് തന്നെ റോബിനാണ് എന്ന് പറയേണ്ടി വരും. മെയിൻ കണ്ടന്റ് മേക്കർ റോബിനായിരുന്നു, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് റോബിനായിരുന്നു. അപ്പോൾ ആ ഒരു സീസണിലെ അലറലായിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ റിപ്പീറ്റ് മോഡെന്ന് പറയുമ്പോൾ ഈ സീസണിലെ പ്രേക്ഷക പിന്തുണ കൂടുതൽ കിട്ടുന്നത് അനീഷിനാണ് എന്ന് അനീഷ് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജാസ്മിൻ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അനീഷിന് എല്ലാ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് വേണം പറയാൻ. എന്തായാലും അവരിപ്പോൾ രണ്ടുപേരും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ ഫാമിലികൾ വരാനുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.